സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് കെവിനോട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കാനാണെങ്കിൽ കെവിൻ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരരുതായിരുന്നു എന്ന്. ഈ സമയം വലിയ അഭിമാനിയാണല്ലോ. ദേ എടി, നീ ആ ദേവികയുടെ അനിയത്തി, അവൾക്കും നിന്നെപ്പോൾ തന്നെയാണ് കാശ് ഉള്ള പയ്യന്മാരെ വളച്ച് കയ്യിലാക്കുക. എന്തായാലും കെവിന്റെ കമ്പനിയിൽ ചുളിവിൽ MD ആകാമെന്ന് കരുതിയല്ലേ? എന്താ, എനിക്ക് MD ആയാ പറ്റില്ലേ? ഇസബൽ ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് നിന്റെ ചേച്ചിക്കൊക്കെ വലിയ ഗെയിമുകളാണെന്നുള്ള വിചാരമുണ്ട്. അതങ്ങ് മാറ്റി വെച്ചേക്കും. നിന്റെ ചേച്ചി എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മുന്നിൽ മാത്രമാണെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു ചേച്ചി, എൻ്റെ ചേച്ചിയെക്കുറിച്ച് സത്യത്തിൽ നിങ്ങൾക്കറിയില്ല. ഡി, നീ എന്താ പറയുന്നത്? ദേ, എൻ്റെ ചേച്ചി വിചാരിച്ചാൽ നന്ദേട്ടൻ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാൻ സാധിക്കും. അതിനുള്ള യാത്രയിൽ തന്നെയാണ് എൻ്റെ ചേച്ചി. പക്ഷെ എൻ്റെ ചേച്ചിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ലെന്ന് പറയുമ്പോൾ, എടി നീ എന്താ എന്താ പറഞ്ഞ്? നിന്റെ ചേച്ചിയുടെ മാഹാത്മ്യം വിളമ്പതം നിർത്തടി. ദേ, എടി പൊടിയെന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാനും തിരിച്ച് നിങ്ങളെ അങ്ങനെ തന്നെ വിളിക്കും. ദേ, നിനക്കൊന്നും എൻ്റെ ചേച്ചിയുടെ അടുത്തെത്താനുള്ള യോഗ്യത ഇല്ലടി എന്നിങ്ങനെ ഇസബലയോട് പറയുകയാണ്. മാറി നിൽക്ക്, എനിക്ക് പോകണം. അതെ, നിനക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിന്നിൽ നിന്നും അറിയാനുണ്ട്. അതുകൊണ്ട് നീ ട്രാപ്പിലായി മോളെ. അങ്ങനെ എന്നെ ട്രാപ്പിലാക്കാൻ നോക്കണ്ട ചേച്ചി. എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ ചേച്ചി ഇവിടെ എത്തും. അങ്ങനെയാണോ? എങ്കിലേ എനിക്കതൊന്ന് കാണണം. അങ്ങനെ ഇസബല്ല, ഒന്നും വേണ്ട, വെറുതെ കയ്യാങ്കളി വേണ്ടെന്നൊക്കെ കെവിൻ പറയുമ്പോൾ, കെവിനെ നിക്കട, ഇവളുടെ അഹങ്കാരത്തിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ. ദേ, ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിന്നെ തല്ലാൻ പോവുകയാണ്. നിന്റെ ചേച്ചി വന്ന് രക്ഷിക്കുമെന്ന് ഒന്ന് കാണണല്ലോ. അപ്പോഴേക്കും തന്നെ ദേവികയാണെങ്കിൽ മുറ്റത്ത് വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ അതിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറി വരികയാണ്. ശാരികയെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്ന ഇസബലയുടെ അടുത്തേക്ക് ദേവിക എത്തിയിട്ട് നിർത്തടി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ശാരികയും ദേവികയും കെവിനും എല്ലാവരും നോക്കുന്ന സമയത്ത് ദേവിക വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് നിൽക്കുന്നു. അങ്ങനെ ദേവികയെ കണ്ട ഉടനെ ശാരിക ദേവികയുടെ അടുത്തേക്ക് പോവുകയാണ്. ഞെട്ടൽ മാറാതെ ഇസബലയും കെവിനും അങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടടി? എൻ്റെ ചേച്ചി വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ തൊട്ടാൽ വിവരം അറിയും. എത്തിയല്ലോ. വലിയ MLA ആണല്ലോ. അതെ, എൻ്റെ മണ്ഡലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെനിക്കറിയാൻ കഴിയും. പിന്നെ പ്രശ്നം സഹോദരിക്കാണെങ്കിൽ പറയണ്ടല്ലോ ഇസബല്ലേ. അതുകൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വന്നു മോളെ. വലിയ സഹോദരി സ്നേഹം. അങ്ങനെ തന്നെ വേണമെങ്കിൽ കൂട്ടിക്കോ. ഡി, നീ അന്ന് ഇവിടെ വന്ന് നിന്റെ അനിയത്തിയുടെ കാര്യത്തെക്കുറിച്ച് ദുഃഖാചരണം നടത്തിയിട്ട് പോയതില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ശാരി നീ കേട്ടോ, നീ അറിയാതെയാണത്രേ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവരുടെ മുന്നിൽ സങ്കടം പറഞ്ഞത്. അങ്ങനെ ശാരികയും ദേവികയും ചിരിക്കുമ്പോൾ, ഇതെന്താ കെവിനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നത്? കെവിനും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? ദേ, എല്ലാം ഒരു നാടകമായിരുന്നു. എൻ്റെ അനിയത്തി ശാരിക അതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ നിൽക്കുന്ന ശാരികയെ കാണുന്നത് പോലെയല്ല. കാര്യം ഇവൾ എന്നേക്കാൾ ഇളയതാണെങ്കിലും ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും കുറച്ച് മൂപ്പാണെന്ന് ഇങ്ങനെ പറയുകയാണ്. രണ്ടുപേരും തന്ത്രശാലികളാണെന്ന് ഞങ്ങൾക്കറിയാം. വെറും തന്ത്രമല്ല ഇസബല്ലേ, ഇത് നിങ്ങളെയൊക്കെ പൂട്ടാനുള്ള തന്ത്രമാണ്. നിങ്ങളെയൊക്കെ പൂട്ടിയ ചാവി ഞങ്ങളുടെ പോക്കറ്റിലുണ്ട് എന്നിങ്ങനെ ദേവിക പറയുന്നു. ഡി, നിങ്ങൾ എന്തേ പറയുന്നത്? അതെ, ഞങ്ങൾ ഒരു നാടകം കളിക്കുകയായിരുന്നു. അതിൽ പ്രധാന കഥാപാത്രമായിട്ട് എൻ്റെ അനിയത്തി അഭിനയിച്ചു. ഈ നിൽക്കുന്ന കെവിനെ ട്രാപ്പിലാക്കുക, ഒരു പ്രണയ നാടകം. കെവിൻ അതിൽ കറക്റ്റായി തന്നെ വന്ന് കുടുങ്ങുകയും ചെയ്തു. കിട്ടേണ്ട എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. നിന്റെ പാപ്പൻ ആരാണെന്നും അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള സത്യം വരെ ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് കെവിനും ഇസബലയും ആകെ ഷോക്കാവുന്നു. ഇനി നിങ്ങളെയൊക്കെ പൂട്ടാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ വിജയിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാ മോളെ പോകാമെന്ന് പറഞ്ഞ് ശാരികയും കൂടിയിട്ട് പോകാൻ നിൽക്കുമ്പോൾ, അങ്ങനെ ഞങ്ങളെ കെണിയിലാക്കിയിട്ട് പോകാൻ നിൽക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇസബല്ലയാണെങ്കിൽ പുറകിൽ നിന്നും കൈ പിടിച്ച് വലിക്കുകയാണ്. ഡി, കൈയെടുക്കടി, ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല നിനക്ക് ദേവിക എന്ന് പറയുമ്പോൾ, ചേച്ചി ഇത്രത്തോളം ചെയ്യാമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നിങ്ങനെ ശാരിക ചോദിക്കും. എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇസബല്ലയുടെ ശിഖരത്ത് നോക്കിയിട്ട് ദേവിക ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ടോക്കണാണ്. ഇനി മെയിന് വരാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരുന്നോ നീ ചെയ്തു കൂട്ടിയ ചതിക്കൊക്കെ തന്നെ റെക്കോർഡ് സഹിതം തെളിവുകളുണ്ട്. എൻ്റെ ശാരിക മോളെയോ ട്രാപ്പിലാക്കാൻ നോക്കിയാൽ അതിപ്പോൾ തന്നെ മീഡിയയുടെ മുന്നിലെത്തും. ഇപ്പോൾ സംസാരിക്കുന്നത് പോലും കോൾ റെക്കോർഡിംഗ് ആണ്. ഈ ഫോൺ കോളിങ്ങിലാണ്, അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ തൊട്ടാൽ വിവരം അറിയും മോളെ, നിങ്ങൾ കുടുങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ കൈയെടുക്കടി എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. ശാരികയാണെങ്കിൽ കെവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, കെവിൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ കെവിൻ ചേട്ടൻ ഇട്ടിട്ട് ഞാനൊരു പണി തരികയായിരുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി കോടതിയും കേസൊക്കെ ആയിട്ട് ഒരുപാട് കാലം നടക്കേണ്ടി വരും. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കെവിൻ ചേട്ടൻ്റെ പ്രായത്തിനൊത്തൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് വിവാഹം കഴിക്കാൻ നോക്ക്. പെട്ടെന്ന് ആരെങ്കിലും പ്രേമമാണെന്ന് പറയുമ്പോൾ കണ്ണടച്ച് വീഴാൻ നിൽക്കണ്ട എന്നൊക്കെ കെവിനോട് ശാരിക പറയുന്നു.
ശേഷം അവരാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇസബല്ലയാണെങ്കിൽ അവർക്ക് പുറകെ ദേഷ്യത്തോടെ പോകാൻ നിൽക്കുമ്പോൾ ഇസബല്ല വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കെവിനാണെങ്കിൽ തടയുന്നുണ്ട്. അങ്ങനെ ശാരികയും ദേവികയും ചേർന്ന് കാറിൽ കയറി പോകുന്നത് ഇസബല്ലയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ശാരികയുടെയും ദേവികയുടെയും ഞെട്ടിക്കുന്ന നീക്കത്തെക്കുറിച്ച് പ്രഭാവതിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ശാരികയും ദേവികയും എല്ലാ വിവരങ്ങളും കെവിനെയും ഇസബല്ലയെയും അറിയിച്ചു. ഋഷി മരിച്ചിട്ടില്ല എന്നും നന്ദനെ കുടുക്കിയതാണെന്നുള്ള സത്യങ്ങളടക്കം അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സൂക്ഷിക്കണം. ശാരികയും ദേവികയും ഇതിന് പിന്നിൽ അംഗം വെട്ടി തുടങ്ങിക്കഴിഞ്ഞു. നന്ദനിലേക്ക് എത്താനുള്ള ദൂരം ഇനി അധികം വൈകാതെ നമുക്ക് തുറന്നു കാണിക്കും. ഇനി മുതൽ ദേവികയുടെ ഷാഡോ പോലീസ് കെവിൻ്റെയും ഇസബല്ലയുടെയും നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ യഥാർത്ഥ കുറ്റവാളി മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ശ്രദ്ധ മുഴുവൻ കെവിൻ്റെയും ഇസബല്ലയുടെയും പുറകെയാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ അവർ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ അവരെ ലോക്ക് ചെയ്യണം. ഇനി ദേവിക മോളെ മാനസികമായിട്ട് തകർത്താതെ അവൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സിദ്ധാർത്ഥൻ. ശേഷം ദേവികയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ശാരികയോട് പറയുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊന്നും പറയണ്ട, പെട്ടെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പേടിക്കുമെന്നൊക്കെ. ഈ സമയം ശാരികയെക്കുറിച്ച് ദേവിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് രാധികയും മാധവനും. രണ്ടുപേരും ഇറങ്ങിപ്പോകുമ്പോൾ എവിടേക്കാണ് എന്താണെന്ന് പോലും പറയുന്നില്ല. ആദ്യം അനിയത്തി ഇറങ്ങിപ്പോയി, പിന്നീട് ചേച്ചി ഇറങ്ങിപ്പോയി. ദേവിക ഇറങ്ങിപ്പോയത് വളരെ ടെൻഷനിലൂടെയാണ്. എനിക്കിന്ന് പേടി തോന്നുന്നു മാധവേട്ട, ഇവരെന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധിക വിഷമം പറയുമ്പോഴാണ് രണ്ടാളും കയറി വരുന്നത്. അങ്ങനെ ശാരിക പറയുന്നുണ്ട്, ചേച്ചി നമ്മളിനി മറച്ചു വെക്കുന്നത് കൊണ്ട് കാര്യമില്ല, എപ്പോഴാണെങ്കിലും അറിയണ്ടേ. അങ്ങനെ രാധിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടേക്ക് നിങ്ങൾ രണ്ടുപേരും പോയത് അമ്മേ? പിന്നെ സംസാരിക്കാം. അങ്ങനെ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ടെൻഷൻ ഉള്ളിൽ അടക്കി വെച്ച് സത്യം പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നത് പോലെയേ തോന്നുന്നു. കാര്യം പറയും, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോയത്, ആരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ രഹസ്യങ്ങളും ആ കെവിനോടും ഇസബല്ലയോടും തുറന്നു പറഞ്ഞു. എന്ത്? ബാക്കിയൊക്കെ ചേച്ചി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ ദേവികയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ സത്യങ്ങളും ശാരിക കെവിനോട് തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം ദേവിക പറയുമ്പോൾ, അയ്യോ മക്കളെ, ഇനിയിപ്പോൾ അത് പ്രശ്നമാകുമോ? ഒരു പ്രശ്നമില്ല മോളെ, ഇത് എടുത്തുചാട്ടമായി പോയോ എന്നിങ്ങനെ മാധവൻ ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. അല്ല മോളെ, ഇനിയിപ്പോൾ ആ കെവിനും ഇസബല്ലയും അടങ്ങിയിരിക്കുമോ? അടങ്ങിയിരിക്കില്ല. അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ ദേവിക പറയുന്നു. എന്തായാലും മാധവൻ്റെയും രാധികയുടെയും നെഞ്ചിൽ വല്ലാത്തൊരു തീയാണ് ആ സമയങ്ങളിൽ വന്ന് വീഴുന്നത്. തങ്ങളുടെ രണ്ട് പെൺമക്കളെക്കുറിച്ച് ആലോചിച്ചും. അപ്പോൾ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.